ആലുള്ളം നീറി കരഞ്ഞിടുന്നു. ഓർമ്മയിൽ ഷഹബാസും നിറഞ്ഞിടുന്നു. ഏതോ അധർമ്മത്തിൻ കൂട്ടങ്ങൾ ചേർന്ന് പ്രാണൻ കളഞ്ഞല്ലോ ഷഹബാസ് മോനെ. ഓർത്താലുള്ളം നീറി കരഞ്ഞിടുന്നു. ഓർമ്മയിൽ ഷഹബാസും നിറഞ്ഞി. ഷഹബാസിൻ്റെ മായാത്ത ഈ പുഞ്ചിരി മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. അവൻ്റെ കുഞ്ഞനിയനെ കളിപ്പിക്കുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. ഈ മകനെയാണല്ലോ അവർ 6 പേരും കൂടി ഇല്ലാതാക്കിയത്. അവൻ്റെ അനിയന്മാർക്ക് കിട്ടേണ്ട ഈ സ്നേഹവും സംരക്ഷണവും പരിഗണനയുമാണല്ലോ അവർ ഇല്ലാതാക്കിയത്. ഷഹബാസിന്റെ നേരെ ഇളയ കുട്ടിക്ക് ഇന്നും കണ്ണീര് തോർന്നിട്ടില്ല. അവന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയായിരുന്നു. ഷഹബാസിനൊരു മിഠായി കിട്ടിയാൽ പോലും അത് കുഞ്ഞനിയന് വേണ്ടി കരുതി വെക്കും. അവനെ ഊട്ടി ഉറക്കി കൊടുക്കും. അത്രക്ക് അവർക്കിടയിൽ അടുപ്പമുണ്ടായിരുന്നു. ഷഹബാസിന് സ്കൂളിലേക്ക് പോകുമ്പോൾ ദിവസവും 30 രൂപയാണ് വീട്ടിൽ നിന്ന് നൽകാറ്. മറ്റു കുട്ടികളൊക്കെ മിഠായിയും മറ്റും മേടിച്ച് കഴിക്കുമ്പോൾ ഷഹബാസിന് കൊതിയാണ്. എങ്കിലും ഉമ്മയോട് പറയും, ഉമ്മ മറ്റു കുട്ടികളൊക്കെ അതും ഇതും വാങ്ങി കഴിക്കുമ്പോൾ എനിക്ക് കൊതിയാവാറുണ്ട്. ഉമ്മാക്കും അത് കേൾക്കുമ്പോൾ സങ്കടമാണ്. വെള്ളിയാഴ്ച മാത്രം 60 രൂപ അനിയൻ ഒപ്പം തന്നെ ഉണ്ടാകും. കാക്കാന്റെ കൂട്ടുകാരെ കയ്യിൽ പണമൊക്കെ കാണും. അവർ ഇഷ്ടമുള്ളതൊക്കെ മേടിക്കും. അപ്പൊ എൻ്റെ കാക്ക അതൊക്കെ നോക്കി നിൽക്കുകയാണ് സങ്കടത്തോടെ. അത് പാടില്ല, ഇക്കാക്ക ഇതെടുത്തോ എന്ന്. ഷഹബാസ് അത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കും. എന്നിട്ട് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അനിയന് കൂടി മിഠായി മേടിക്കും. അവർക്കിടയിൽ അത്രക്ക് സ്നേഹമാണ്. രാത്രി ഉറങ്ങുന്നതും 2 പേരും കൂടിയാണ്. അനിയനെ ഉറക്കിയിരുന്നതും കഥ പറഞ്ഞു കൊടുത്തിരുന്നതുമൊക്കെ ഷഹബാസ് തന്നെയാണ്. വീട്ടിലുള്ളപ്പോൾ അനിയന്റെ കൂടെ ഫുട്ബോൾ കളിക്കും. അവനെ ഒരിക്കലും വേദനിപ്പിക്കാറില്ല. വിശേഷ ദിവസങ്ങളിൽ കല്യാണത്തിന് പോകുമ്പോഴൊക്കെ അനിയനെ കൂടെ കൂട്ടും. അവർക്കിടയിലെ സ്നേഹം അത്രത്തോളമായിരുന്നു. അപ്പോൾ ഷഹബാസിനെ നഷ്ടപ്പെട്ട ആ കുഞ്ഞനിയന് എത്രത്തോളം വേദനയുണ്ടാകും. ആ കുട്ടിക്ക് നഷ്ടമായത് എന്താണ്? ആ നഷ്ടം എങ്ങനെയാണ് താങ്ങാൻ സാധിക്കുക? ആ അനിയന് ഷഹബാസിന്റെ ഓർമ്മകളിൽ നിന്ന് മുക്തനാവാൻ സാധിച്ചിട്ടില്ല. ഇന്നും അവനൊരു പേടിയാണ്.